മാന്യ സദസ്സിന് വന്ദനം. വിശപ്പ് വിശപ്പറിഞ്ഞവനെ പച്ചവെള്ളത്തിൽ മധുരം അറിയും എന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്നെന്ത് സമാധിയിലാണ് ജീവിക്കുന്നത്? ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഇഷ്ടപ്പെട്ട വസ്ത്രവും ഇതൊന്നുമില്ലാത്ത എത്രയോ കുട്ടികൾ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഒരു ബാലന്റെ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഞാനിന്നോട് പറയാവുന്ന കഥയുടെ പേരെന്തെന്നറിയാമോ കൂട്ടുകാരെ? ആഗ്രഹം. എടുത്തൊരു ഗ്രാമത്തിൽ ഓലമേലൊരു കൊച്ചു കുടിൽ ഉണ്ടായിരുന്നു. ആ കുടിലിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. ആ ബാലന്റെ പേരെന്നോ കുട്ടൻ. സ്കൂളിതം എന്താണെന്നോ ഞാൻ അറിയില്ലായിരുന്നു. കഷ്ടപ്പാടും ദരിദ്രനാണ് അവൻ്റെ കൂട്ട്. ഒരിടത്ത് ആഹാരം പോലും അവന് കിട്ടിയിരുന്നില്ല. അങ്ങനെയുള്ളവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. കുറ്റന്റെ വിഷമം കൊണ്ട് അവൻ്റെ അമ്മ അവനെ സർക്കാർ സ്കൂളിൽ ചേർത്തു. അവിടെ ചേർന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും പുതിയ ബാഗുകൾ, പുതിയ ചെരുപ്പുകൾ. ഇതൊരു കുട്ടൻ്റെ അമ്മയ്ക്ക് അവൻ്റെ പുറത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അവിടെ വെച്ച് കുട്ടൻ്റെ ബാബു എന്നൊരു സുഖസ്ഥ കിട്ടി. വളരെ ദരിദ്രനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലമേഞ്ഞതാണോ അത് ഊടുമേഞ്ഞതാണോ? അപ്പൊ ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. അപ്പോൾ കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളികപ്പുറമുള്ള വീടാ? അത് എന്ത് വീടാ? അപ്പൊ ബാബു പറഞ്ഞു, നീ എങ്ങനെ വീട് കണ്ടിട്ടില്ലേ? എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെ കൂടി ബാബുവിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യും. അവിടെ ചെന്നപ്പോൾ കുട്ടൻ്റെ എത്തിപ്പോയി. കൊട്ടാര പോയുള്ള വീട്. ബാബു പടർത്തുന്നതും പെട്ടെന്ന് ശബ്ദം. അപ്പോൾ കുട്ടൻ പേടിച്ചിറച്ചു പോയി. ആ കൊട്ടാരം പോയിന് വീണ്ടെടുത്ത് ചെറിയ വീട്. അതിൻ്റെ ഉള്ളിൽ വലിയ പട്ടിക്കുട്ടി. ആ പട്ടിക്കുട്ടി മുന്നിൽ വലിയൊരു പാത്രം. ആ പാത്രം നിറയെ ഭക്ഷണം. അതുകൊണ്ട് കുട്ടൻ്റെ വായിൽ വെള്ളം മൂറി. അങ്ങനെ ബാബുവിൻ്റെ ഇവിടെ കണ്ടതിന് ശേഷം കുട്ടൻ തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യും. ഒരു ദിവസം അധ്യാപിക എല്ലാ കുട്ടിയോടും ചോദിച്ചു, നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാവാനാണ് ഇഷ്ടം? അപ്പോൾ കുട്ടൻ ചാടി പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ചിരി നേരം ഉണ്ടായില്ല. കുട്ടൻ്റെ അവസ്ഥ അറിഞ്ഞ് എല്ലാ കുട്ടികളും അധ്യാപകരും എന്നെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ പഠിച്ചു വലിയൊരു ഉയരത്തിലേക്ക് എത്തി. ആഗ്രഹമുണ്ട് എന്തും സാധിക്കാം. കുട്ടൻ്റെ അവസ്ഥ നമുക്കൊരു പ്രചോദനമാവട്ടെ. നന്ദി.